ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. യസ്യദ്വിരവക്ത്രാദ്യ പാരിഷാദ്യ പരശതം വിഘ്നം വിഘ്നന്തി സതതം വിശ്വസേനം തമാശ്രയേ. വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ സുഗതാദം തപോനിധേ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നവോബ്രൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈകരൂപരൂപായ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. യസ്യ സ്മരണമാത്രേണ ജന്മസംസാര ബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. നമസ്ത സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. ഓം നമോ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. പേര് തൊട്ട് നമസ്കാരം സെനി, കണ്ടതിൽ സന്തോഷം. എൻ്റെ പേര് പൊന്നുപിള്ള എന്ന്, സ്വദേശം ആറന്മുള, തൊഴിൽ നേഴ്സായിരുന്നു. 51 വർഷമായി അമേരിക്കയിൽ വന്നിട്ട്. ഇതെൻ്റെ ഭർത്താവ് ദിവംഗതനായ ചന്ദ്രശേഖരൻ ഉണ്ണിത്താൻ, തിരുവല്ല സ്വദേശിയായിരുന്നു. എനിക്ക് 3 ആൺമക്കളാണ്. ഇതവരുടെ ചെറുപ്പകാലം. രാജേഷ്, ബോബി, ബേബി. അതെൻ്റെ നേരെ ഇളയ സഹോദരൻ രാജൻ, ആർമിയിലായിരുന്നു, ഹവൽദാറായിരുന്നു. ഇപ്പോൾ റിട്ടയറായി ആറന്മുളയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് 2017 ടെക്സാസ് അമരിലോയിൽ ഒരു ട്രക്ക് ആക്സിഡൻറ്റിൽ മരിച്ചുപോയ സിജു എന്ന് പറയുന്ന പയ്യൻ, 7 വർഷം മുൻപ്. അടുത്തതായിട്ട് ഇതെൻ്റെ അച്ഛൻ നാരായണപിള്ള, ഇതെൻ്റെ അമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ. രണ്ടുപേരും ഇന്നില്ല. ഇത് ഞാൻ. അത് 1919 അച്ഛനും അമ്മയും ഇവിടെ വന്നപ്പോൾ എടുത്ത കുടുംബ ഫോട്ടോ. രാജി, ബോബി, ബേബി, പിന്നെ അച്ഛനും അമ്മയും ഞാനും. ഇത് ആറന്മുളയുള്ള എൻ്റെ നേരെ ഇളയ സഹോദരൻ രാജൻ്റെ കുടുംബം. രാജൻ, കമലമ്മ, മരിച്ചുപോയ സിജു, അവൻ്റെ പെങ്ങൾ സിന്ധു. ഇതെൻ്റെ ഒരേ ഒരു സഹോദരി അമ്മിണി, അവളുടെ ഭർത്താവ് മുരളീധര മേനോൻ ഡൽഹിയിൽ. ഇതെൻ്റെ 4ാമത്തെ സഹോദരൻ സോമൻ, ശ്യാമള, പിന്നെ സപ്ന ആൻഡ് സീമ. ഇതെൻ്റെ 5ാമത്തെ സഹോദരൻ, അനിയനെന്ന് വിളിക്കുമായിരുന്നു, മരിച്ചുപോയി. 4ാമത്തെ സഹോദരൻ മരിച്ചുപോയി. 5ാമത്തെ സഹോദരൻ്റെ ഭാര്യ രാജി. പിന്നെ ഇതെൻ്റെ 2 മാസം മുൻപെടുത്ത എൻ്റെ കൊച്ചുമക്കളും ഞാനും ജസ്റ്റിൻ പിള്ളയും മിത്രൻ പിള്ളയും. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഈ ഫോട്ടോകൾ 25 വർഷം മുൻപ് എൻ്റെ മൂത്ത മകൻ്റെ കല്യാണത്തിന് ആറന്മുള അമ്പലത്തിൽ വെച്ച് എടുത്ത ഫോട്ടോയാണ്. ആ കുട്ടികളൊക്കെ ഇന്ന് 25 വർഷം എല്ലാം വളർന്നു. ഇത് ഡോക്ടറായി, 2-3 പേര് ഡോക്ടേഴ്സുണ്ട്. അങ്ങനെയൊക്കെയാണ് അവരെല്ലാം. ഈ വലിയ ഫോട്ടോ കാണുന്ന അത് ഞാന് അവിടെ ഇരിക്കുന്നത്, എൻ്റെ നേരെ പുറകിൽ നിൽക്കുന്ന വയലറ്റ് സാരി ഉടുത്തത് അന്ന് എൻ്റെ മകൻ്റെ കല്യാണം 25 വർഷം മുൻപ് ആറന്മുള അമ്പലത്തിലെ പിന്നെ അവളുടെ കല്യാണത്തിന് എടുത്ത ഫോട്ടോയാണ്. ആറന്മുള അമ്പലത്തിൽ വെച്ച് ഞാനും മരുമകളും പിന്നീട് 3 ആൺമക്കളുമാണ്. സ്മിത മരുമകളുടെ പേര്. അവളുടെ വീട് പാലായിൽ. ഓക്കെ. ഇത് പിന്നീട് അന്ന് കല്യാണത്തിന് തന്നെ എടുത്തതാണ്. ഞാനും എൻ്റെ അമ്മാവന്മാരിൽ അന്ന് ജീവിച്ചിരിക്കുന്ന 5 അമ്മാവന്മാരായിരുന്നു. അതിൽ 2 അമ്മാവന്മാരും 4 അമ്മായിമാരും ഞങ്ങളുടെ സകുടുംബം, എക്സ്റ്റെൻഡഡ് കുടുംബമായിരുന്നു. ഇന്നതിൽ ജീവിച്ചിരിക്കുന്നത് ഞാനും എൻ്റെ മകനും അവൻ്റെ ഭാര്യയും എൻ്റെ മക്കളും. ബാക്കി അമ്മായിമാരും സകല കുടുംബങ്ങളും ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോയി.
അതും അന്ന് മൂന്ന് മക്കള്. അത് 3 മക്കൾ. അന്ന് കല്യാണത്തിന് പോകാനായിട്ട് ആറന്മുള എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് അത്. അതാ ഫോട്ടോ. ഇതെന്റെ 3ാമത്തെ മകൻ ഈ വീടിന്റെ മുൻപിൽ വെച്ച് ഹൈസ്കൂൾ ഗ്രാജുവേഷന് ഇറങ്ങുന്ന ഫോട്ടോയാണ്. അതെ, ഇതാണ്. ഇവിടെ ഒരു ചെറിയ ഫോട്ടോ. അതെന്റെ ഹസ്ബൻഡ് മരിക്കുന്നതിന് മുമ്പ് എടുത്തതാ. അന്നൊരു അന്ന് കൊച്ചു പിള്ളേര് 10ഉം 12ഉം വയസ്സ്. അതൊരു ചൈനക്കാരൻ പയ്യൻ അവന്റെ കൈ കൊണ്ട് പുഷ്പം കൊണ്ട് പൊന്നൂന്ന് എഴുതി ഉണ്ടാക്കിയതാ. PONNU. എത്ര കലാഭംഗിയോടുകൂടി ഉണ്ടാക്കിയിരിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബത്തിന്റെ അംഗങ്ങള്. അമൃതാനന്ദമയുടെ ഫോട്ടോയെ പറ്റി ഒരു വാക്ക്. ഓക്കെ, ആദ്യമായിട്ട് ഇത് വേണമായിരുന്നില്ലയോ? അത് കുഴപ്പമില്ല. ഇത് ഞാൻ പറയേണ്ടുന്ന കാര്യമില്ലല്ലോ ആരാണെന്ന്. ലോകപ്രസിദ്ധയായ ഒരു മഹാഗുരുവാണ് അമ്മ മാതാ അമൃതാനന്ദമയി. അമ്മയെ ഞാൻ പരിചയപ്പെട്ടത് 1989-ലാണ്. അന്ന് തൊട്ട് ഞാൻ അമ്മയുടെ ഒരു അടുത്ത ഭക്തയാണ്. എനിക്ക് അമ്മയുടെ അവിടെ കൊല്ലത്ത് ഒരു ഫ്ലാറ്റ് എൻ്റെ വകയായിട്ട് അവിടെ ഉണ്ട്. അമ്മ അമേരിക്ക വെച്ച് കണ്ടിട്ടുണ്ടല്ലേ? അത് 89-ല് ഞാനാണ് ഇവിടെ അമ്മയുടെ പ്രയർ ഗ്രൂപ്പ് തുടങ്ങിയത്. പിന്നെ എനിക്കിപ്പം പോകാൻ വയ്യാതായി, ആരുമില്ല എന്നെ കൊണ്ടുപോകാൻ. അപ്പം ഞാൻ പോകുന്നില്ല. അതിൽ ഞാൻ പറഞ്ഞു ഞാനിവിടെ ഫ്ലാറ്റ്. ഇതാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാമായിട്ടുള്ളത് കൃഷ്ണൻ എന്നും ഞാൻ നമിക്കുന്നത്. രാവിലെ എൻ്റെ ബെഡ്റൂമിൽ നിന്ന് കണ്ണു അടച്ചുകൊണ്ട് നീ പാദത്തെങ്കിലെല്ലാം ഞാൻ സമർപ്പിക്കും കൃഷ്ണ. നീ അല്ലാതെ എനിക്ക് ആധാരമില്ല. 37 വർഷം ഒറ്റയ്ക്ക് ഈ സിറ്റിയിൽ, ഈ ഹൂസ്റ്റണിൽ. എനിക്ക് സഹോദരങ്ങളിൽ ഇവിടെ 3 കൊച്ചു. എൻ്റെ ഹസ്ബൻഡ് മരിക്കുമ്പോൾ പിള്ളേർക്ക് 8ഉം 9ഉം വയസ്സ്. ഈ ശക്തിയാണ് എന്നെ ഇത്രത്തോളം നടത്തുന്നത്. ആയിക്കോട്ടെ മാമ, നമുക്ക് ഒരു ലൈൻ ആ രാമന്റെ കൂടെ നിർത്താൻ. എല്ലാം ഒരേ ശക്തിയാ, പല അവതാരമെന്നേ ഉള്ളൂ. എന്നാലും കൃഷ്ണനും രാമനും ഒന്ന് ഒന്നിച്ചാണ് അവർ പോകുന്നത് കേട്ടോ. ഒന്ന് താപരയുഗത്തിലും ഒന്ന് ത്രേതായുഗത്തിലും. ഭക്ഷണ എല്ലാം അറിയാമല്ലോ. ഇതും കൃഷ്ണന്, അതും കൃഷ്ണമയം. ഇത്രയും ഫോട്ടോകൾ അടുപ്പിച്ചൊരു വീടുകളിൽ കാണാൻ ബുദ്ധിമുട്ടാണ്. അതെ, അത് മക്കള് തന്നെ. രാജിയും ബോബിയും ബേബി ഉണ്ട്. അത് മൂത്ത മകനും അവൻ്റെ ഭാര്യ സ്മിതയും. ഇതെൻ്റെ 3 മക്കളും സ്മിതയും. ഇതെൻ്റെ ഒറ്റയ്ക്ക് ഒരു മദേഴ്സ് ഡേയ്ക്ക് 2000-ല് 24 years ago എൻ്റെ മക്കൾ ഞാൻ അറിയാതെ എവിടുന്നോ ഒരു ഫോട്ടോ എടുത്ത് വലുതാക്കി ബൈ പോസ്റ്റ് ഇവിടെ അയച്ചു തന്നതാണ്. അതും മക്കളും 3 പേരും. ഇതൊക്കെയാണ്. ഇതെല്ലാം എനിക്ക് അത് ഞാൻ വായിക്കാം. ഓക്കെ, വായിക്കാം. ഇതെന്നെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ഇമ്മാനുവൽ ചർച്ചിൽ പോകുന്ന, മർത്തോമാ സഭയിൽപ്പെട്ട ഇമ്മാനുവൽ ചർച്ചിൽ പോകുന്ന ഒരു TN ശാമുവൽ സഹോദരൻ എഴുതിയതാണ്. പ്രിയപ്പെട്ട പൊന്നു ചേച്ചിക്ക്, കനിവേറും ഈശ്വരൻ ഞങ്ങൾക്കു നൽകിയ വരദാനമല്ലയോ പൊന്നു ചേച്ചി, അനുസ്യൂതമൊഴുകുമ പുണ്യപ്രവർത്തികൾക്ക് അകതാരിൽ നിന്ന് നേരുമാശംസകൾ. ധർമ്മവും കർമ്മവും ഒന്നു തന്നെ എന്ന് കർമ്മത്തിൽ നങ്കൂരമിട്ടുകൊണ്ട് വേദിയിലും വേറിട്ട ബേബലാദിയിലും വേദന പങ്കുവയ്ക്കുന്ന ചേച്ചി, നാടിൻ്റെ പൊന്നായ പൊന്നു ചേച്ചി, ഞങ്ങൾ പാടട്ടെ ഹൃദ്യമാം അനുമോദനങ്ങൾ. ദേവപ്രസാദമാം ഉണ്ണിയപ്പം എന്നും നേദിക്കും ഞങ്ങൾക്കു ദേവത പോൽ, പകരം നേരുന്നു ദീർഘായുസ്സും പിന്നെ പുണ്യമാരോഗ്യ സൗഖ്യങ്ങളും. സസ്നേഹം TN ശാമുവൽ അവതരിപ്പിച്ച കഥ. ഇത് 2016 May 14-ന് ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിൽ നിന്ന് എനിക്ക് അവാർഡ് കിട്ടിയ ദിവസം ഇവിടെ 5th സ്ട്രീറ്റിലുള്ള സെൻറ് തോമസ് ചർച്ചിൽ ഞാൻ എല്ലാവരുടെയും കൂടി ഒരു ഗ്യാതറിങ്, ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചിരുന്നു. ഏകദേശം 350ഓളം ആൾക്കാർ അതിൽ പങ്കെടുത്തിരുന്നു. അന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ TN ശാമുവൽ അദ്ദേഹം എഴുതി അവിടെ കൊണ്ടുവന്ന് ആ സദസ്സിൽ വായിച്ച കവിതയാണ്. ഓക്കെ, അപ്രീസിയേഷൻ ഓഫ് ഇത് എവിടമായിരുന്നു?
പൗരുഷമി പ്രസൻറ്റഡ് പൊന്നുപിള്ള അപ്രിയസേഷൻ ഓഫ് ഡെഡിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റി സർവീസ് ഔട്ട്സ്റ്റാൻഡിങ് ഓഫ് ക്ലിമൻസ്. ഇത് KHSൽ നിന്ന് തന്നതാണ്. ഓക്കെ, ഇത് 2010 കുടുംബം എന്ന് പറയുന്ന ഒരു അസോസിയേഷനിൽ നിന്ന് പിന്നെ തന്ന അവാർഡ്. അതെ. ഇത് 2014 ക്യാപ്സ് എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ. അതെ, അത് തന്നതാണ്. അതെ, ഇത് അതെ. ഇത് ഗുരുവായൂരമ്പലക്കാർ 2017 തന്നതാണ്. ഹൂസ്റ്റൺ ഗുരുവായൂർ ടെമ്പിള്. ഇത് വേൾഡ് മലയാളി കൗൺസിൽ തന്നതാണ്. ഓക്കെ, ഇതും KH അന്ന് അപ്പോൾ ഇത് മലയാളം സൊസൈറ്റിക്കാർ തന്നതാണ്. എനിക്കന്ന് അവാർഡ് ഡിഗ്രി കിട്ടിയ അന്ന്. ഓക്കെ, ഇത് സർട്ടിഫിക്കറ്റ് ഈ പ്രസൻറ്റഡ് ടു പൊന്നു ഇനാഗുറേഷൻ ഓഫ് ഹ്യൂസ്റ്റൺ. ഇതാരായിരുന്നു? ഇത് നായർ സമാജ സൊസൈറ്റി തന്നതാണ്. ലൈഫ് ടൈം. ഇത് മലയാളി അസോസിയേഷൻ 2000 കഴിഞ്ഞ ആണ്ടിൽ തന്നതാണ്. ഇത് തന്നതാണ്. ഇതാരാണ് തന്നത്? മലയാളം യൂത്ത് ഓഫ് ഹ്യൂസ്റ്റൺ. മലയാളി യൂത്ത് ഓഫ് ഫൊക്കാന തന്നതാണ്. ഇത് ഔട്ട്സ്റ്റാൻഡിങ് സർവീസ് ഓഫ് പ്രസൻറ്റഡ് ടു പൊന്നുപിള്ള. അത് ജനറൽ കമ്മ്യൂണിറ്റി അസോസിയേഷൻ ഓഫ് പബ്ലിക് സർവീസ് ഹ്യൂസ്റ്റൺ. മലയാളി അസോസിയേഷൻ ആയിരിക്കണം. അതെ, ഇത് തന്നത് ഒരെണ്ണം. ഇത് തന്നിരിക്കുന്നത് ഫൊക്കാന തന്നിട്ടുണ്ട് ഒരെണ്ണം. ഓക്കെ, ഇത് അനന്തപുരി തന്നത് നായർ സർവീസ് സൊസൈറ്റിയാണ്. ഇത് റെക്കഗ്നീഷൻ ഓഫ് MAGH മലയാളി അസോസിയേഷൻ, ഇൻഡോ അമേരിക്കൻ അസോസിയേഷൻ. അതൊക്കെയാണ്. അമ്മമ്മയ്ക്ക് ഇത് എന്ന് മുതലായി ആൾക്കാർ അംഗീകരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആൾ ഇവിടെ ഉണ്ടെന്ന്? അതെ, എന്നൊക്കെയുള്ള ഇതായിരിക്കും അല്ലേ? പിന്നെ എൻ്റെ ജീവിതം തന്നെ ഒരു പ്രത്യേകമായിരുന്നു. ഞാൻ ജനിച്ചത് ആറന്മുളയാണ്. അന്നൊക്കെ നമ്മുടെ ആൾക്കാരൊന്നും നേഴ്സിങ്ങിന് പോകത്തില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ മനുഷ്യന് ചെയ്യണം. ചെറുപ്പം മുതൽക്കേ എൻ്റെ അമ്മ പറയുമായിരുന്നു. എനിക്ക് പടത്തോടും പൂവിനോടും ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു. 17 വയസ്സാകാൻ 1 മാസം ഉള്ളപ്പോഴാണ് ഞാൻ നാട് വിടുന്നത്. അന്ന് ബീഹാറിൽ നേഴ്സിംഗ് ഒന്നും ആർക്കും അറിയത്തില്ല. ഞാൻ എവിടുന്ന് ഒരു അഡ്രസ്സ് കിട്ടി ബീഹാറിൽ. അങ്ങനെ ഞാൻ പോയി. ഞാൻ 4 വർഷം അവിടെ പഠിച്ചു. അത് ബീഹാർ പാറ്റ്ന മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്. 5000 ബെഡിൽ കൂടുതൽ അവിടെയുണ്ട്. അങ്ങനെ 4 വർഷം അവിടെ പഠിച്ചു. ഐ പാസ്ഡ് ജനറൽ നഴ്സിംഗ് ഫസ്റ്റ് ഇൻ ബീഹാർ സ്റ്റേറ്റ്. മിഡ്വൈഫറി പാസ്ഡ് വിത്ത് ഡിസ്റ്റിങ്ഷൻ. അവിടുന്ന് പിന്നീട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ലോകത്തിലെ ഏറ്റവും വെൽ നോൺ ഹോസ്പിറ്റലായ അവിടെയാണ് ഞാൻ ജോലിക്ക് പോയത്. ഒരു വർഷക്കാലം പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ ജോലി ചെയ്തു. അക്കാലത്താണ് പ്രൊഫസർ ഗോപിനാഥ് വരുന്നതും എന്നെ പരിചയപ്പെടുന്നതും. അദ്ദേഹം എന്നെ OR ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ന്യൂറോ സർജറി ആൻഡ് തൊറാസിക് ഓപ്പറേറ്റിംഗ് റൂമിൽ സൂപ്പർവൈസറായിട്ട് ജോലി കിട്ടി. എനിക്ക് മാത്രം അവിടെ ഒരു അക്കോമഡേഷൻ ഉണ്ടായിരുന്നു. ക്യാമ്പസിൽ തന്നെ. കാര്യം എമർജൻസി കോൾ അറ്റൻഡ് ചെയ്യണം. അതെ. അത് 65 തൊട്ടെങ്ങാണ്ടങ്ങ് 68 ആയിരിക്കും. ഇച്ചിരി നേരം ഓർക്കണം. എനിവേ ലേറ്റ് 60s കേട്ടോ. അങ്ങനെ ഒരു 4-5 ഇയേഴ്സ് അവിടെ ജോലി ചെയ്തു. 73 ഞാൻ അവിടെ വിട്ടത്. അന്ന് എൻ്റെ പ്രൊഫസർ എന്നോട് പറഞ്ഞു, പ്രൊഫസർ ഗോപിനാഥും പ്രൊഫസർ ടെൻഡനും, സിസ്റ്റർ പൊന്നമ്മ, ഡോണ്ട് ലീവ് ദിസ് പ്ലേസ്, വി വിൽ ഡു എനിത്തിങ് ഫോർ യു. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി എ ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺ in a third class country instead of being a third class citizen in a first class country. So I was blessed. I never worked even one day under anybody. I never accepted by the grace of God. ഇതൊന്നും ഞാനല്ല, എല്ലാം ദൈവമാണ്. പിന്നെ അമേരിക്കയിൽ വന്നു. അവിടെ 6 വർഷം 1973 ജാനുവരി 1 ഞാൻ അമേരിക്കയിൽ വരുന്നത്. അന്ന് വരാനുള്ള കാരണം ഫോറിൻ സാധനങ്ങളോടുള്ള കമ്പം, സാരിയ്, പുള്ളിയുള്ള കുടകൾ, പിന്നെ സാമ്പത്തികം, ഇതൊക്കെയാണ്. അക്കാലത്താണ് ഡൽഹിയിൽ വെച്ചാണ് കല്യാണം നടക്കുന്നത്. അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു സാറാമ്മയുടെ ഹസ്ബൻഡ്, ഒരു പാസ്റ്റർ ദാനിയലിൻ്റെ ഫ്രണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെയാണ് അറേഞ്ച്ഡ് മാര്യേജ് നടക്കുന്നത്. അദ്ദേഹം ഡൽഹിയിൽ. അദ്ദേഹം അന്ന് ഫരീദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത്
ലോർഡ് തോംസൺ പ്രിന്റിംഗ് പ്രസ്സിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്ന സമയം. അങ്ങനെ പാസ്റ്റർ ദാനിയേൽ കുട്ടിയെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അദ്ദേഹമാണ് പറഞ്ഞത്, പിന്നെ ഇങ്ങനെ ഒരു പയ്യനുണ്ട്, ഞാൻ കൊണ്ടുവരട്ടെ. അങ്ങനെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം നടന്നു. ഇതൊക്കെ ദൈവാനുഗ്രഹവും. അത് നമുക്ക് വിശദമായിട്ട് ബ്ലോഗിൽ പറയാം. ആ 2 ഫോട്ടോകളുടെ ഇത് കുരുക്ഷേത്ര യുദ്ധം. അത് കൃഷ്ണൻ അർജുനന് വേണ്ടിയിട്ട് തെളിക്കുന്നത്. അർജുനന്റെ സാരഥി ആയിക്കൊണ്ട് അത് എഴുതിയ സംസ്കൃതം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതെ, ഇത് ഫോട്ടോകളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സിൽക്ക് തുണിയിൽ ബോംബെയിൽ പിന്നെ കൈകൊണ്ട് പെയിന്റ് ചെയ്തിരിക്കുന്നതാണ്. കൃഷ്ണൻ സിൽക്ക് തുണിയാണ്. അതെ, അതിനെ പിന്നെ അത് കൃഷ്ണനും തോഴിമാരും കൂടെ പോകുന്ന ഇത് സിൽക്ക് തുണിയാ, വെറും ഇതുപോലത്തെ സിൽക്ക് തുണി. അതാണ് അതിന്റെ ഇതിന് നല്ല വിലയുള്ള. എന്തോ അവരുടെ വരച്ച എന്നാലും കിരീടം അർജുന ഗോപി സ്ത്രീകളൊക്കെയാണ് അതും വരച്ചതാണ്. ഇതും അത് തന്നെയാണ്, എല്ലാം കൃഷ്ണമയം തന്നെ. മനസ്സിലായില്ലയോ? ഓക്കെ, അത് തന്നെയാണത്. അപ്പോൾ ആ പെൺകുട്ടിയുടെ കരവിരുന്ന് ഒരു ഹോട്ടലിൽ ആഹാരം കഴിക്കാനും കയറിയപ്പോൾ ഇതവിടെ വെച്ചിരിക്കുന്നു. തുണി, വെറും തുണി. അതിവിടെ കൊണ്ടുവന്ന് മൈക്കിൾസ് എന്ന് പറയുന്ന ഒരിടത്ത് $250 കൊടുത്ത് ഫ്രെയിം ചെയ്യിപ്പിച്ചതാണ്. അതെ, അതൊക്കെയാണ് എല്ലാം. ഇതൊക്കെ പിന്നെ എല്ലാം ഇവിടെ എങ്ങാണ്. ഇതൊക്കെ എനിക്ക് പിന്നെ ട്രോഫീസ് എടുത്തോണ്ടാട്ടെ. അതാണ് എൻ്റെ അമ്മയും പിന്നെ എൻ്റെ 4 സഹോദരങ്ങളും അമ്മയും ഞാനും. ഇന്ന് 2 സഹോദരങ്ങളും അമ്മയും ഇല്ല. അതൊക്കെ ആങ്ങളമാരുടെ മക്കളുടെ. ഇതെൻ്റെ കൊച്ചുമക്കൾ 2 പേരും, പിന്നെ ജസ്റ്റിനും മിത്രനും. ഇത് എൻ്റെ മൂത്ത മകൻ 1 വയസ്സുള്ളപ്പോൾ. 40 വർഷം മുമ്പുള്ള ഫോട്ടോ അല്ലേ? 54 വർഷം മുൻപ്. മൂത്ത മകൻ ഇപ്പോൾ 54 വർഷം. ഇത് ബോബിക്ക് 48 വയസ്സ്, 48 വർഷം മുമ്പുള്ളത്. ഇത് ബേബി ഇളയവന് 46 വർഷം മുൻപുള്ള. ഇതല്ലാതെ ന്യൂയോർക്കിൽ വെച്ചുള്ളതാണ്. ഓക്കെ. ഇനി ഇതിലാണ് എൻ്റെ രാഷ്ട്രീയ എൻ്റെ വെളിയിലത്തെ പ്രവർത്തനങ്ങൾ സകലരും ഇവിടെ ഉണ്ട്. ഇതിങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് ഏതെങ്കിലും അത് പ്രത്യേകിച്ച് ഇത് പിന്നെ വിനാശണ്ടേ. ഇതെന്റെ ഹസ്ബൻഡ്, ഞാന്, എൻ്റെ ഇളയ മകന്, ഇത് പ്രേം നസീർ, ഇത് കൃഷ്ണചന്ദ്രന്, ഇത് നെടുമുടി വേണുവ്, ഇത് എല്ലാവരും ഉള്ളത്. 85 ഞങ്ങളുടെ കാറെ സഞ്ചരിക്കുന്ന അന്നെടുത്ത ഫോട്ടോയാണ്. അതെ, ഞാൻ എടുത്തോണ്ട് നിൽക്കുന്നത്. അതേത് വർഷമായിരിക്കും ഉണ്ടപ്പക്കൂടെ വന്നത്? അതിനുശേഷം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. 19 പിന്നെ ഇവിടെ വന്നത് പിന്നെ 20 വർഷം. ഇത് മജിഷ്യൻ ഗോപിനാഥ്, ഇതെന്റെ ഒരു കസിൻ ഹരിഹരപുത്രൻ, ഇത് ഞാന് NSSന്റെ, ഇത് ഒരു കൗൺസിൽ ജനറൽ ബാങ്ക്ഡി. അന്ന് അഹമ്മദാബാദ് ആ ഒരു ഭൂകമ്പത്തിന് $7,500 ഞാൻ സമാഹരിച്ച് കൊടുക്കുന്നത്. അതെ, ഇത് ഞാൻ സീനിയേഴ്സ് ഓഫ് ഹ്യൂസ്റ്റന്റെ 2002 വിളക്ക് കൊളുത്തി ഹ്യൂസ്റ്റൺ സീനിയേഴ്സിന്റെ തുടങ്ങുന്നതാണ്. അങ്ങനത്തെ ഇതല്ല. അത് അവിടുന്ന് എൻ്റെ അച്ഛനും അമ്മയും നാരായണപിള്ള, അവിടുന്നാണ് എൻ്റെ തുടക്കം. അതെൻ്റെ 17ാമത്തെ വയസ്സ്. ഇത് 24ാമത്തെ വയസ്സ്. അത് ഡൽഹിയിലെടുത്ത 24 വയസ്സ്. ഇത് 24ാം വയസ്സ് കല്യാണത്തിന്റെ ഫോട്ടോ. ഇത് ഞങ്ങൾ 2 പേരും ആ കല്യാണത്തിന്റെ പിറ്റേ ദിവസം. ഇത് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും. തിരുവല്ലായില് മുത്തൂറ്റ്. കല്യാണിയമ്മയെന്നും നാരായണപിള്ള എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. മാനേന്ദ്രരുണ്ട്. അമ്മയും അച്ഛനും എൻ്റെ ഹസ്ബൻഡും ചേട്ടൻ പുരുഷോത്തമൻ ഉണ്ണിത്താനും. അതെന്റെ മക്കള് 3 പേരും. 3 എൻ്റെ മക്കള് തന്നെ. വിവിധ ഡ്രസ്സുകൾ ഇടുമ്പോൾ എടുക്കുന്നതാണ്. അത് പത്മിനിയാണോ? പത്മിനി എൻ്റെ മകനും പിന്നെ GK പിള്ളയുടെ മകളും കൂടെ. അതെ, പത്മിനി മൂവി സ്റ്റാർ. എൻ്റെ ഇളയ മകൻ ഭരതനാട്യം പഠിച്ചതാണ്, ആ കാലത്തെ ഉള്ളതാണ്. അപ്പൊ എൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട കുറെ ഒരു ആയിരക്കണക്കിന് ഫോട്ടോകൾ ഇവിടെ ഉണ്ട്. അതെ, അത് കഴിഞ്ഞ വർഷം
ഇവിടുത്തെ ഇലക്റ്റഡ് ഓഫീഷ്യൽസിനെല്ലാം ഞാൻ പൊന്നാട ചാർത്തി. അന്ന് അവരെനിക്ക് പൊന്നാട ചാർത്തി. 50 വർഷം ഞാൻ അമേരിക്കയിൽ തികഞ്ഞപ്പോൾ ഇവിടുത്തെ കേരള സീനിയേഴ്സ് ഓഫ് ഹ്യൂസ്റ്റൺ കണ്ടില്ലയോ, എനിക്ക് പൊന്ന വാത്സ ചാർത്തി. അതെ. ഈ താഴെയുള്ളത് ഹൂസ്റ്റൺ മേയർ നമ്മുടെ റോബിൻ ഇലക്കാട്ടിനും ഞാൻ പൊന്നാട ചാർത്തുന്നത്. അതുപോലെ KP ജോർജിനും. ഇതൊന്നും കള്ളമല്ല. ഒരു സെന്റൻസ്, ഒരു പോയിന്റ് ഞാൻ കള്ളം പറയത്തില്ല. വിസിബിൾ ആണല്ലോ. അതെ, അതില്ല, വിസിബിൾ ആണല്ലോ. അതെ വെച്ചിട്ട് കണ്ടോ. ഇത് അറിയാമോ? വേറെ എവിടെയെങ്കിലും നല്ലയിടത്തോട്ട് വയ്ക്കണോ? വേണ്ട, പറഞ്ഞു. അതെ. ഇത് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന എൻ്റെ ഒരു നേതാവാണ്, രാഷ്ട്രീയ ഗുരുവാണ്. ഞാൻ ജനിച്ച ഒരു 5 വയസ്സായപ്പം തൊട്ടുള്ള കോൺഗ്രസ് അനുഭാവിയാണ്. ഇപ്പോഴും ഇവിടുത്തെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. 30 വർഷമായിട്ട് ഞാൻ. കഴിഞ്ഞ ജാനുവരി 20നും കോൺഗ്രസ് പ്രസിഡന്റ് സുധാകരൻ ഇവിടെ വന്നപ്പോൾ എന്നെ പൊന്നാട അറിയിച്ചു. ഞാൻ ബഹുമാനിക്കുന്ന ഇവിടെ വന്നപ്പോൾ. അതെ. വിളക്ക് കൊളുത്തുന്നത് ഇതാണ്. ഈ വിളക്ക് ചങ്ങനാശ്ശേരിക്കാരൻ ഒരു ഉണ്ണികൃഷ്ണൻ എനിക്ക് ആദ്യമായിട്ട് ന്യൂയോർക്കിൽ വെച്ച് തന്നതാണ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയിൽ കാലിഫോർണിയയിൽ മരിച്ചു. അതെ, ആ വിളക്കാണ്. അന്ന് ഇവിടെ ഒന്നും വിളക്കും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അന്നൊന്നുമില്ല. 73-ൽ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ വിളക്ക് വിളക്കുന്നതാണ്. ഇത് ശാസ്താവ് എല്ലാവരും ഇവിടെയുണ്ട്, കൃഷ്ണന് എല്ലാവരും എല്ലാം ഒന്ന് തന്നെ. ഇതൊക്കെ വേറെ അസോസിയേഷനിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയത്. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് ഇത് പിന്നെ എന്തൊക്കെയാണ്, ഹിന്ദു കേരള ഹിന്ദുസ്, ഒരുപാട് അതൊക്കെയാണ് ഇതെല്ലാം. ഫോട്ടോ ഇത് 75-ലുള്ളതാണ് കണ്ടോ. എൻ്റെ ഹസ്ബൻഡും ഞാനും എൻ്റെ 3 കൊച്ചു പിള്ളേരും കൂടെ ന്യൂയോർക്കിൽ വെച്ച്. ഒരു കളർ ഫോട്ടോ അത് ഇവിടെ വെച്ചിരുന്ന സൂര്യരശ്മി കൊണ്ട് ഫെയ്ഡ് ആയിപ്പോയി. അങ്ങനെയായിരുന്നു. ഈ വാസ് വൺ ഓഫ് ദ ഹാൻസം മാൻ. കമ്മ്യൂണിറ്റി കോളേജിൽ നിന്ന് വൈസ് ചാൻസലർ എൻ്റെ കഴുത്തേലോട്ടിട്ടത് കുഞ്ഞു പിള്ളേന്ന് എഴുതിയിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് കമ്മ്യൂണിറ്റി സർവീസ്. 30ഓളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു. ഞാൻ കൈകൊണ്ട് എഴുതി അതിൻ്റെ കോപ്പി. ഇത് ഞാൻ സർട്ടിഫിക്കറ്റിൻ്റെയും ഈ പ്രൊപ്പഗണ്ടയുടെ ഒന്നും പുറകെ പോയതല്ല. ഇതിനെല്ലാം നിമിത്തങ്ങളാണ്. സാനി എന്ന് പറയുന്ന ഒരാൾ കമ്മ്യൂണിറ്റി കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു ദിവസം ഇതുവഴി പോയി. അപ്പം ഞാൻ 35 വർഷം മുൻപ് ഇവിടെ വരുമ്പോൾ ഈ വീട് മാത്രം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ലേക്ക് വിൻസ് ഡ്രൈവ് മുഴുവൻ കാടായിരുന്നു. ഒന്ന് ചിന്തിച്ചേ. അപ്പോൾ ഞാനിവിടെ വരാൻ കാരണം, അതിനു മുൻപ് ഞാൻ താമസിച്ചിരുന്നത് ഹൂസ്റ്റണില ആയിരുന്നു. ചിലപ്പോൾ ഇച്ചിരി ഓർമ്മകളുണ്ട്. അവിടെ ആയിരുന്നു. അന്നേരത്തെ എൻ്റെ 2ാമത്തെ നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ മക്കളെ ഒരിക്കലും ബസ്സിന് വിട്ടിട്ടില്ല. ഞാൻ അവരെ കൊണ്ടുവരും. എന്നിട്ട് ഞാൻ ഇവിടെ ഡ്രൈവിങ് പഠിക്കാൻ വന്നപ്പം ഈ ബ്രൈറ്റ് വാട്ടറിന് കണ്ടു. അന്നേരം ആ ലേക്കിൻ്റെ അതിലൂടെ ഇങ്ങോട്ട് കയറി ഇതിലൂടെ വന്നപ്പോൾ ഒരു വീട് ഇങ്ങനെ ഇവിടെ കിടക്കുന്നു. വന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അന്നേരം ആ ഇത് 1919 ബിൽറ്റാണ്. അതെ. അന്നേരത്തെ ഞാൻ ഇവിടെ വന്നപ്പോൾ ആ ഏജന്റിനോട് പറഞ്ഞു ഒന്ന് തുറന്ന് കണ്ടപ്പോൾ എനിക്ക് ആ ക്ലോസറ്റ് 2ഉമാണ് ഇഷ്ടപ്പെട്ടത്. ഒന്ന് കൃഷ്ണനെ അന്ന് മനസ്സിൽ തോന്നിയതാ. അങ്ങനെ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങും ലൈറ്റൊന്നുമില്ല, മുഴുവൻ കാടാണല്ലോ. അങ്ങനെ ഇവിടെ വരുന്നത്. അപ്പം തുളസി, ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ട് വന്ന് അല്പം ഗാർഡനുണ്ട് ബാക്കിൽ. ഇങ്ങനെ നടക്കുമ്പം ഒരു ദിവസം ഒരു കൊച്ചു ചെടി അവിടെ നിൽക്കും. ഞാൻ ഓർത്ത് ഞാൻ ചീര നട്ടില്ലല്ലോ, ഇത് പിന്നെ ഇവിടുന്ന് വന്നു. അന്നൊന്നും ആരുമില്ലല്ലോ, പൂവുമില്ല, ഒന്നുമില്ല. ഞാനത് 2 ദിവസം വെള്ളം തളിച്ചു. 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ യു ഡോണ്ട് ബിലീവ് ഇറ്റ് വാസ് എ കൃഷ്ണ തുളസി. ഈ കാട്ടിൽ 35 വർഷം മുമ്പ് എവിടുന്ന് കൃഷ്ണ തുളസി വന്നു? അതെ. അങ്ങനെ പിന്നെ അതിനെ ഞാൻ വളർത്തി. എല്ലാ വർഷവും വെള്ളം തളിക്കും. അങ്ങനെ ഒരു ദിവസം എൻ്റെ വീടിൻ്റെ മുൻപിൽ കൂടി ഒരു സ്ത്രീ പോയി. അന്ന് ഹിന്ദുവാ. അന്നേരം കഥകിന് വന്ന് കൊട്ടി. ആർ യു ഇന്ത്യൻ? ഐ സെഡ് യെസ്. യു ഹിന്ദു? ഐ സെഡ് യെസ്. ക്യാൻ ഐ ഹാവ് എ തുളസി പ്ലാന്റ്? ഐ ആം ഓൾസോ ഹിന്ദു. സാനി എന്തുവായിരുന്നു?
ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിലെ ആ ട്രസ്റ്റി പെണ്ണിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. അവളായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു കമോൺ കമ്മിൻ, അന്നേരം കയറി വന്നു. അപ്പോൾ കുറേ ഫോട്ടോ ഇവിടെ ഉണ്ട്, അതെല്ലാം എടുത്തിട്ട് അവൾ കമ്മ്യൂണിറ്റി കോളേജ് ട്രസ്റ്റി ആയിരുന്നു. അത് കൊണ്ടുവന്ന് അവിടെ കൊടുത്തു. അപ്പോൾ അവരെന്നെ വിളിച്ചു, വി കെയിം ടു നോ അബൌട്ട് യു 2016 ആൻഡ് ഹൂ ആർ യു, വി വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട് യു. അങ്ങനെ എന്നോട് പറഞ്ഞു, നീ ചെയ്ത ഫോട്ടോ ഒക്കെ പിന്നെ എടുത്തു. പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു 30 കാര്യങ്ങൾ ഞാൻ എഴുതി, കൈകൊണ്ട് എഴുതി, എനിക്ക് പ്രിൻറ്റിങ് ഒന്നും അറിയത്തില്ല, അയച്ചു കൊടുത്തു. അങ്ങനെയാണ് 2016 മെയ് 14 NRG സ്റ്റേഡിയത്തിൻ്റെ ഇന്ത്യൻ പ്രസിഡന്റ് മോദിജി വന്ന അവിടെ വെച്ചാണ് എനിക്ക് ഇതെൻ്റെ അവാർഡ് പ്രൈസ് ഓണററി ഡിഗ്രി കിട്ടുന്നത്. പക്ഷെ എന്നെ പ്രൊമോട്ട് ചെയ്യാനും ശരി എനിക്ക് ഭർത്താവ് കൂടില്ല, കമ്മ്യൂണിറ്റിക്കല്ല, മനുഷ്യർക്കൊക്കെ ഒരു പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന അതെ എപ്പോഴും ഞാൻ പറയാറുണ്ട്. അതാണ് ഞാൻ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരോട് പറയും, ഇത് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം മാത്രമല്ല, നമുക്ക് ജീവിക്കാൻ പണം വേണം, പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സിൻസിയർ ആയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, 38 വർഷം ഞാൻ 11 PM to 7 AM ജോലി ചെയ്തു. ഐ വാസ് നെവർ ലേറ്റ് ഈവൻ 1 day ഇൻ മൈ ലൈഫ്. അതെ, 10:45 പഞ്ച് ചെയ്യണമെന്നാണ്. ബെൻഡാവിലെ സിറ്റി ഹോസ്പിറ്റലിലെ ലോക്കൽ എംപ്ലോയീസാണ്. എൻ്റെ കൂടെ 15 ആൾക്കാരുണ്ട്. ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു കൺട്രോൾ ദം. അവർ പഞ്ച് ചെയ്തിട്ട് അവർ മറ്റു സ്ഥലങ്ങളിൽ ബാത്റൂമിലും ഒക്കെ പോയിരുന്ന് ഉറങ്ങും. ഫ്ലോറിൽ വരുമ്പോൾ 11:15, 11:30. വേർ യു ഡിഡ്ന്റ് സീ ഐ പഞ്ച് ഇൻ 10:45. സോ വാട്ട് ഐ ഡിഡ്, ഞാൻ 5 മിനിറ്റ് അവർക്ക് ഗ്രേസ് പീരീഡ് കൊടുക്കും, എലിവേറ്ററും ഒക്കെ എടുത്ത് വരാൻ. 10:50 ആകുമ്പോൾ ഞാൻ ആ കൗണ്ടറിൽ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്, അവിടെ ഞാൻ അണ്ടർലൈൻ റെഡ് ലൈനിൽ 10:50 PM പൊന്നുപിള്ളை. 3 പ്രാവശ്യം ലേറ്റ് ആണെങ്കിൽ വെർബൽ കൗൺസിലിംഗ്, റിട്ടേൺ കൗൺസിലിംഗ്. എൻ്റെ 1980 February 4 എൻ്റെ ഒരു അന്ന് എൻ്റെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു മകൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ വീട്ടിൽ കുറച്ച് പേരെ ആഹാരം കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ഒരു കാഡിലാക്ക് കാറായിരുന്നു. അന്ന് എല്ലാവരും അറിയപ്പെടുന്ന കാഡിലാക്ക് ഉണ്ണിത്താനെന്നായിരുന്നു. അപ്പോൾ ഈ ലോക്കൽ ആൾക്കാർക്ക് അതൊരു ജലസാണ്. ഞാൻ പാർക്കിങ്ങിലോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് എൻ്റെ കാറിൻ്റെ 4 ടയറും സ്ലാഷ് ചെയ്ത് പീസസ് ആയിട്ട് കാർ താഴെ ഇരിക്കുന്നു. ബെൻഡാവിലെ സ്റ്റാഫുകൾ. ഞാൻ തളർന്നില്ല. അന്ന് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു, അദ്ദേഹം കുഞ്ഞുങ്ങളെ വീട്ടിലിട്ടിട്ട് വന്നു. അന്നൊന്നും ഇതുപോലൊക്കെ AAA ഒന്നുമില്ല, എന്തൊക്കെയോ ചെയ്തു. എനിക്ക് വീട്ടിൽ വന്ന് ആഹാരം ഉണ്ടാക്കണം. എന്നിട്ടും പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് ചെന്നു. എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് കാറ് കൊണ്ട് ടയറിട്ട് വീട്ടിലൊക്കെ വന്ന്. അന്നേരം അവരെയൊക്കെ ഞാൻ വിളിച്ചു കൂട്ടി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊക്കെ അല്ലേ എന്നോട്, യു ഓൾ ക്യാൻ ഡു ഓൺലി ദിസ് മച്ച്, ബട്ട് ഐ ചലഞ്ച് യു ടിൽ മൈ ലാസ്റ്റ് ബ്രെത്ത്. ഇഫ് as long as I am alive, I will be right on this chair. If you cannot accommodate with me, Betav is a big place. You can find another floor. Why I was so strong and proud of my job, the higher authorities were so supportive to me. They say, Miss Pillai, my door is open 24/7. You don't need an appointment. പിന്നെ ഒരിക്കൽ ഞാൻ അവിടുത്തെ ഡയറക്ടർ റോബി ഫ്രേസറിനോട് പറഞ്ഞു, മിസ് ഫ്രേസർ, യു ക്യാൻ അറേഞ്ച് ഫോർ എ കോണ്ടസ്റ്റ് ഫോർ ഫാസ്റ്റ് വർക്ക് all over the world with the fast working nurses. I can bet I'll win. I'll win. That much I was confident about my. ഇതൊന്നും ഞാനല്ല ദൈവം ചെയ്യുന്നത്. അത് അമ്മമ്മ അമേരിക്ക വരുന്നതിന് മുമ്പ് തന്നെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസുകാർ അമ്മമ്മയ്ക്ക് തന്നിരുന്നു സർട്ടിഫിക്കറ്റ്. അതെ അതെ. അന്ന് എൻ്റെ ഡോക്ടേഴ്സ് പറയുമായിരുന്നു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച്, സിസ്റ്റർ പൊന്നമ്മ, ഇറ്റ് ഈസ് നോട്ട് നൈസ് ടു ബി ടു നൈസ്. It is nice to be nice, but it is not nice to be too nice. So you should know how to live in this. This is what almost. ഇതാണ് പിന്നെ ഇതെൻ്റെ മകൻ ഡാൻസ് പ്ലേറ്റിൽ. എൻ്റെ ഇളയ മകൻ, എനിക്ക് പെൺകുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. ഇല്ല, അവനെ ഡാൻസ് പഠിപ്പിച്ചത്. നൗ ഹീസ് ഇൻ വെൽ പൊസിഷൻ. ബ്രിട്ടീഷ് പെട്രോളിയത്തിൽ ഒരു നല്ല ഓഫീസറാണ്. മൂന്ന് മക്കൾ. ഇതും കൂടെ പറയാനുണ്ട്. ആ ആനയുടെ തല കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയ മോളിയുടെ ഹസ്ബൻഡ് അയോവ കുഞ്ഞുമോൻ ചായൻ എനിക്ക് കൊണ്ടുതന്നതാണ് ഒരിക്കൽ കേട്ടോ.
അത് നാട്ടിലെ ഐറ്റമാണ്. ഇവിടെ നിന്ന് അയോവ കുഞ്ഞുമാൻചാൻ എനിക്ക് ഇവിടെ കൊണ്ടുവന്നത് ഇതും കൂടെ ഇതും കൂടെ അത് നടരാജൻ. ഈ പൊന്നപ്പിള്ള ഇതെന്റെ വീട്ടിൽ വെച്ചിട്ട് ആവശ്യമില്ല, നിങ്ങൾ ഇവിടെ വെച്ചോളൂ. ഇന്നും ഞാനത് ഓർക്കുന്നത് കണ്ടില്ലേ. ഇതൊക്കെയാണ് എല്ലാം എൻ്റെ സഹോദരൻ. ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ ജീവിതത്തിൽ. ഇത് അധികം അതൊക്കെയാണ് എൻ്റെ ജീവിതം. ഇതാ അത്തപ്പൂ ഇടുന്നത് മലയാളി അസോസിയേഷനിലെ. ഇനിയുമുണ്ട് ഒത്തിരി.